ഇളയവളായ സതിയോട് അഗാധമായ വാത്സല്യമായിരുന്നു. എന്നാൽ സതിക്ക് യൗവനം വന്നപ്പോൾ അവളുടെ ഹൃദയം പരമശിവനോടുള്ള പ്രണയത്താൽ നിറഞ്ഞു. ദക്ഷന് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഹാരമൂർത്തിയും തപസ്വിയുമായ ശിവൻ കൈലാസ പർവ്വതത്തിന്റെ നിഗൂഢ സൗന്ദര്യത്തിൽ ഭസ്മം പൂശി ലളിത ജീവിതം നയിച്ചിരുന്ന ശിവൻ ദക്ഷന്റെ ദൃഷ്ടിയിൽ നിന്നും അനഭിമതനായിരുന്നു. തന്റെ രാജകീയ പദവിക്ക് ഒട്ടും ചേർന്നവനല്ല ശിവനെന്ന് ദക്ഷൻ കണക്കാക്കി. എന്നാൽ സതിക്ക് ശിവൻ പരമ സത്യമായിരുന്നു. ദേവിയുടെ അചഞ്ചലമായ ഭക്തിയും കഠിനമായ തപസ്സും ഒടുവിൽ ശിവനെ ഭർത്താവായി നേടാൻ സഹായിച്ചു. ഈ വിവാഹം ദക്ഷനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. തന്റെ പിതാവിന്റെ മഹത്തായ യാഗത്തെക്കുറിച്ചറിഞ്ഞ സതിക്ക് അവിടെ പോകാൻ ആഗ്രഹം തോന്നി. ക്ഷണിക്കപ്പെടാതിരുന്നിട്ടും സതീദേവി ശിവനോട് യാഗത്തിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചു. യാഗശാലയിലെത്തിയ സതിയെ ദക്ഷൻ അപമാനിക്കുകയും സതി യാഗശാലയിലെ അഗ്നിയിൽ ദേഹഭൂതി ചെയ്യുകയും ചെയ്തു. കോപാകുലനായ ശിവൻ താണ്ഡവം ആരംഭിക്കുകയും ജടപിഴുത് തറയിലടിക്കുകയും ചെയ്തു. അതിൽ നിന്നും ദാരിക നിഗ്രഹത്തിനായി കാളി പിറവിയെടുക്കുകയും ചെയ്തു. രക്തബീജനെ വധിച്ചാൽ ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം രക്തബീജന്മാർ ഉണ്ടാകും എന്നതിനാൽ കാളി രക്തം പാനം ചെയ്തു. എന്നാൽ കാളി രക്തത്തിന്റെ ശക്തിയാൽ ദേവിക്ക് യുക്തി നശിക്കുകയും സ്വന്തം സൈന്യത്തെ പോലും വധിക്കുകയും ചെയ്തു തുടങ്ങി. ക്രോധം അടങ്ങാത്ത കാളിയുടെ താണ്ഡവം അവസാനിപ്പിക്കാൻ ശിവഭഗവാൻ കാളിയുടെ മാർഗത്തിൽ തറയിൽ ശയിക്കുകയും ശിവന്റെ മാറിടത്തിൽ ആഞ്ഞു ചവിട്ടിയ കാളിയിൽ പത്നി ദൗത്യം ഉണരുകയും പാർവതിയിലേക്ക് രൂപഭാവം സംഭവിക്കുകയും ചെയ്തു. ആതിരനിലാവ് കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന ശിവതാണ്ഡവത്തിലേക്ക്
എന്റെ പിതാവ് നടത്തുന്ന മഹായാഗത്തിൽ എല്ലാ ദേവന്മാരും പ്രജാപതികളും രാജാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. നമുക്കും പോകാം. ക്ഷണിക്കപ്പെടാതെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ലല്ലോ ദേവി. ഞാനും ദക്ഷന്റെ മകളല്ലേ. പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഔപചാരികതയുടെ ആവശ്യമുണ്ടോ? ശ്മശാനവാസിയായ നാം അവിടെ ചെന്നാൽ ദേവിയുടെ പിതാവിന് അത് ഇഷ്ടമാകില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാം അപമാനിക്കപ്പെടും. മഹായാഗത്തിൽ പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ പോകാൻ അനുവദിച്ചാലും. ദേവിയുടെ ഇഷ്ടം പോലെ. ദേവിയോടൊപ്പം ഭൂതഗണങ്ങളും കൂട്ടുവരും. എന്റെ പതിയുടെ വാക്കുകൾ ധിക്കരിച്ചു വന്നത് തെറ്റായി പോയി. മഹാദേവനെ അങ്ങ് അകാരണമായി നിന്ദിച്ചതുകൊണ്ട് അങ്ങയിൽ നിന്നും ലഭിച്ച ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. உடலில் பூசிக்கொண்டு கையிலையாதன் வரும் தாண்டவம், ஜனனம் தாண்டி வந்து மரணம் வேண்டி வந்து இறைவன் ஆடி வரும் தாண்டவம். இரவு நடுங்கிவிட பகலும் ஒடுங்கிவிட சுழன்று சுழன்று வரும் தாண்டவம். இறுகி இறுகி ஒரு இரும்பை போல மனம் திருகி தேடி வரும் தாண்டவம். ஊழி காத்தடிக்க ஆடி கூத்தடிக்க அகிலம் நடுங்கிவிடும் தாண்டவம். பாவம் செய்தவனை கோபம் கொண்டு ஒரு சாபம் தீர்க்க வரும் தாண்டவம். தர்மம் காக்கும் நடனம், இது நியாயம் வெல்லும் தருணம்.
അധികനവനോടി പിറകെ പാത്തല തീരി മരണമതിന്റെ വാതിലിളകി കാലി അടിമുടി വിറപ്പൂട്ട് കൊടുകുറിയിൽ നിലപ്പൂട്ട് ജനമുടി കലച്ചൂടി കൊടുപൈരവി കള്ളിത്തുള്ളി മകുടമണിഞ്ഞ തല പടവാളാൽ മണ്ണിലിത കുലമോടരികളെ കൊല ചെയ്തു കാളി താണ്ഡവതാളത്തിൽ തോടുകൾ വെച്ച് അന്നകം ഭൂഷണം പത്തി വിരിച്ച് ശ്രീ പരമേശ്വരൻ കണ്ണു നിരിച്ച് നാരായണ ശ്രീകാളി എന്നു നിലച്ച് മലയാളിലെ താളം പിടിച്ച് അരനാരുടെ നിന്നു വിളച്ച് അല്ല മാമല്ല കൈലാസമില്ല ഒരു താളത്തിൽ കൊള്ളിയൊലിച്ച് അല്ലയോ കൈലാസനാഥ ദേവിയുടെ കോപം സമീപിച്ചാലും രുദ്രപാത നടത്താള വേഗഗതിയാർന്ന നാരി ഇവൾ ഭദ്രകാളി രുതിരമാലെ മഹാകാളികയെ മഹാപ്രളയ രൂപിണി പ്രചണ്ഡകാളി ഭൂതപ്രേതഗണദാസനി സേവിത ചുടല കാളി ഹരപുത്രി ശിവേ കരാള രൂപവദന സ്മരണേ മഹാപതുഷ്ടഹര ഭദ്രകാളി എനിക്കായി എന്തിനങ്ങ് ഭൂമിയിൽ ശയിച്ചു? എന്തിനെന്നെ കൊണ്ട് ഇത്ര വലിയ പാപം ചെയ്യിച്ചു? ലോകത്തിന് മുന്നിൽ നീ ശിവനെ പ്രഹരിച്ചവളാകാം, പക്ഷേ എനിക്ക് നീ സ്ത്രീകൾക്ക് പുതിയ മാനം നൽകിയവളാണ്. ഓരോ സ്ത്രീയുടെയും ഉള്ളിലുള്ള ശക്തിയെ പുറത്തെടുത്ത് അതിക്രമങ്ങൾക്ക് നേരെ പ്രതികരിക്കാൻ സ്ത്രീക്ക് കഴിയും എന്ന് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ദേവിക്ക് സാധ്യമായി. ഇനിയും ഈ കലികാലത്തിൽ 1000 കാളികൾ പിറക്കട്ടെ.